കന്നിമാസത്തിലെ ആയില്യം നാളാണ് നാഗപൂജയ്ക്ക് അത്യുത്തമം. എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നാഗപൂജയും 100 പാലും വഴിപാടുകളും നടത്താറുണ്ടെങ്കിലും ആയില്യപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠം കന്നിമാസത്തിലാണ്. പണ്ടുകാലം മുതലേ നാഗദൈവങ്ങളെ ആരാധിച്ചു വരുന്നുണ്ട്, പ്രത്യേകിച്ചും കേരളീയർ. മിക്ക തറവാടുകളിലും നാഗരുടെ പ്രതിഷ്ഠയും സന്ധ്യയ്ക്കുള്ള വിളക്ക് തെളിയിക്കലും പതിവാണ്. സന്താനദോഷം, മാറാവ്യാധികൾ, ശാപദോഷം ഇതെല്ലാം നാഗാരാധനയിലൂടെ മാറുമെന്നാണ് പറയുന്നത്. ആയില്യം നാളാണ് നാഗപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠം. ആയില്യവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. ആയില്യവ്രതം എടുക്കുന്നവർ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം. ഈ സമയത്ത് മദ്യം, ലഹരി, മത്സ്യമാംസാദികൾ എന്നിവ വർജിക്കണം. ബ്രഹ്മചര്യം പാലിച്ച് പൂർണ്ണ ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതം എടുക്കുന്നത് അത്യുത്തമമാണ്. അതിന് കഴിയാത്തവർ ലഘുവായ ഭക്ഷണം കഴിച്ച് വ്രതം നോൽക്കണം. ആയില്യം കഴിഞ്ഞ് പിറ്റേന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടുന്ന് ലഭിക്കുന്ന തീർത്ഥം സേവിച്ചു വേണം വ്രതം അവസാനിപ്പിക്കുവാൻ. വ്രത ദിവസം നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആരാധന നടത്തുന്നത് ഉത്തമമാണ്. മാത്രമല്ല, നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും 5 തവണ വലം വയ്ക്കുന്നതും നല്ലതാണ്. രാവിലെയാണെങ്കിൽ സൂര്യോദയത്തിന് ശേഷവും വൈകുന്നേരമാണെങ്കിൽ സൂര്യാസ്തമയത്തിന് മുൻപും വേണം പ്രദക്ഷിണം നടത്താൻ. ആയില്യവ്രതം ആരംഭിക്കുന്ന ദിവസം മുതൽ ഓം നമ ശിവായ എന്ന മന്ത്രം 336 തവണ ജപിക്കാൻ ശ്രദ്ധിക്കണം. നാഗപൂജ. കന്നിമാസത്തിലെ ആയില്യം തൊഴുതാൽ 1 വർഷത്തെ ആയില്യപൂജ തൊഴുന്നതിൻ്റെ തുല്യമായിട്ടാണ് വിശ്വാസം. നാഗശാപം മാറാനും പകർച്ചവ്യാധി പോലെയുള്ള രോഗങ്ങൾ മാറുന്നതിനും നാഗരാജ പൂജ നല്ലതാണ് എന്നാണ് വിശ്വാസം. അതുപോലെ സർപ്പസംബന്ധമായ ശാപങ്ങൾ അകറ്റാനുള്ള പരിഹാരമാണ് സർപ്പബലി. അതുകൊണ്ട് തന്നെ സർപ്പബലി കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കുണ്ടാകുന്ന ദോഷങ്ങൾ കുറയ്ക്കാൻ നാഗദൈവങ്ങൾക്ക് കഴിയും എന്നാണ് പറയുന്നത്. ഇന്നേ ദിവസം നാഗാരാധനയ്ക്കൊപ്പം നാഗപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. നാഗരാജ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഏറെ ഉത്തമമാണ്. ആയില്യ ദിനത്തിൽ മാത്രമല്ല, എല്ലാ ദിനത്തിലും ഭക്തിയോടെ കുറഞ്ഞത് 10 തവണ നാഗരാജ ഗായത്രി ജപിക്കാം. ആയില്യ ദിനത്തിൽ സർപ്പദോഷ പരിഹാരത്തിനായി നവനാഗ സ്തോത്രം കുറഞ്ഞത് 9 തവണ ജപിക്കാവുന്നതാണ്. നാഗങ്ങൾക്ക് പ്രധാനമായ കന്നി ആയില്യ ദിനത്തിൽ 108 തവണ ജപിക്കുന്നതും ശ്രേഷ്ഠമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. കന്നി ആയില്യത്തിന് കേരളത്തിൽ പ്രസിദ്ധമാണ് വെട്ടിക്കോട് ആയില്യം. ആദിമൂല ശ്രീ നാഗരാജ ക്ഷേത്രമാണിത്. ത്രിമൂർത്തി ചൈതന്യ സ്വരൂപനായ അനന്തൻ വസിക്കുന്ന ഇടമാണിവിടം. ഇന്നേ ദിവസം വ്രതമെടുത്താൽ സർവാഭീഷ്ടങ്ങളും ഭഗവാൻ വേഗത്തിൽ സാധിച്ചു തരും എന്നാണ് പറയുന്നത്. നാഗാരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ വേഗത്തിൽ ഫലം തരും എന്നുള്ളതാണ്.